ഇനി എന്താടാ നിനക്ക് മറുപടി പറയാനില്ലേ? നീ ഉറങ്ങിയാ? നെക്സ്റ്റ് മന്ത് വേണ്ടടാ, നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വരാം അങ്ങോട്ട് നിന്നോട് സംസാരിക്കാനായിട്ട്. മതിയാ? അതിലെനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു അമ്മയെന്നുള്ള നിലയിൽ കൊച്ചു 31-ാം തീയതി രാത്രി എങ്ങനെ പോയോ അതേ രീതിയിൽ കൊച്ചെനിക്ക് നടന്ന് കിട്ടണം. എനിക്ക് ഒരമ്മയുടെ ഒരു നിസ്സഹായ അവസ്ഥ, എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി മേലാലും ഒരു കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ പറ്റരുത്. മറ്റുള്ള പിള്ളേരുടെ പക്കവാരിയെല്ലാം ചവിട്ടി ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തിരിയില്ലാത്ത ചെറിയ പിള്ളേരാണ്. ഇവിടുത്തെ കൊച്ചിൻ്റെ ആണെങ്കിൽ നടുവിനൊട്ടി ചവിട്ടിട്ട് ഇപ്പോഴും ആ കൊച്ചിന് നടക്കാനും കൂടി പറ്റാത്ത അവസ്ഥയിൽ അത് മരുന്നും പുരട്ടിക്കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് എല്ലാ ദിവസവും. കഴിഞ്ഞാൽ മർദ്ദനമേറ്റ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് വന്ന് പറയേണ്ട വാക്കുകളായിരുന്നില്ല അന്ന് അവരിവിടെ വന്നിരുന്ന് പറഞ്ഞത്. അവർ പറഞ്ഞത് കുട്ടീനെ വേറൊരു കേസിൽ പെടുത്തും, അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കും, അതുകൊണ്ട് കേസ് വേറൊരു ലീഗൽ ഇതിലേക്ക് പോകരുതെന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കയറിയത്. ഇക്കഴിഞ്ഞ ഡിസംബർ 31-ന് മുളവുകാട് 6-ാം വാർഡിലെ UDF-ന്റെ പഞ്ചായത്ത് മെമ്പർ ലെക്സി ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിൽ 3 സ്കൂൾ കുട്ടികൾക്കെതിരെ നടന്ന അക്രമം മുളവുകാട് ദ്വീപിലും പരിസര പ്രദേശങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. അക്രമത്തെ തുടർന്ന് കുട്ടികൾക്ക് മാരകമായ പരിക്കേറ്റതിനെ തുടർന്ന് DYFI, SFI മുതലായ സംഘടനകൾ പ്രതിഷേധ സമരങ്ങൾ നടത്തി. പത്രങ്ങളിൽ നിരന്തരം വാർത്തകൾ വന്നു. എന്നാൽ കുറ്റവാളികളെ എല്ലാവരെയും പിടികൂടാനോ അവർക്ക് ശിക്ഷ ഉറപ്പാക്കാനോ കഴിയുന്ന വിധത്തിലല്ല പോലീസ് അന്വേഷണം നടന്നത് എന്നാണ് ചിലരുടെ ആരോപണം. അതല്ല, കുട്ടികളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇത്ര ഗുരുതര പരിക്കേറ്റു എന്ന് തെളിഞ്ഞിട്ടും പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചത് എന്നാണ് UDF സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. എന്താണ് കുറ്റം? കുട്ടികളെ ആക്രമിക്കാനുണ്ടായ കാരണം എന്താണ്? പോലീസ് അന്വേഷണം തൃപ്തികരമാണോ? ഇതിൻ്റെ വസ്തുതകളിലേക്ക് ഒരു അന്വേഷണമാണ് സാർക്ക് ലൈവ് നടത്തുന്നത്. 31/12/2023 രാത്രി പള്ളിക്ക് മുൻവശത്ത് പുതുവത്സരാഘോഷ പരിപാടിക്കിടെ DJ മ്യൂസിക് കേട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന 12, 14, 15 വയസ്സുള്ള 3 കുട്ടികളെ സ്റ്റേജിന്റെ പിൻവശത്തേക്ക് കൊണ്ടുപോയി മുളവുകാട് പഞ്ചായത്ത് 6-ാം വാർഡ് മെമ്പർ ലെക്സിയും ഭർത്താവ് ഫ്രാൻസിസിന്റെ നേതൃത്വത്തിൽ 3 പേര് ചേർന്ന് ആക്രമിച്ചു എന്നാണ് കേസ്. അതിൽ മാരകമായി പരിക്കേറ്റ കുട്ടി മുളവുകാട് 8-ാം വാർഡിലെ വാടക വീട്ടിലാണ് താമസം. നിർധന കുടുംബമാണ്. കുട്ടിയുടെ മാതാവിന് പലവിധ അസുഖങ്ങൾ ബാധിച്ചതുമൂലം ആശുപത്രിവാസത്തിലായിരുന്നു. അതിനുശേഷമാണ് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടന്ന അക്രമത്തിൽ ഈ ദുരന്തം ആ കുടുംബം ഏറ്റുവാങ്ങേണ്ടി വന്നത്. കൗമാരപ്രായത്തിലുള്ള കുട്ടികളുടെ സൗഹൃദത്തിന്റെ പേരിലാണ് കുട്ടികൾ പള്ളിക്ക് മുന്നിൽ ആക്രമിക്കപ്പെട്ടത്. അതിലെ 15 വയസ്സുകാരനാണ് കടുത്ത പീഡനമേറ്റ് കിടപ്പിലായത്. കാരുണ്യ മാതാപള്ളിയുടെ ബ്ലോക്ക് ലീഡർ കൂടിയാണ് മെമ്പർ ലെക്സി ഫ്രാൻസിസ്. ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് കൊച്ചിൻ്റെ തലയിലൊക്കെ വെള്ളമൊഴിച്ച് നനഞ്ഞ പോയുടെ ഒരു അവസ്ഥയിലാണ്. തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ആരുമില്ല, കുറച്ച് പേര് ആ കമ്മിറ്റിയുടെ ആൾക്കാർ മാത്രമുള്ള. അങ്ങനെ അവിടെ നിന്ന് കുട്ടിയെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്ന് പരിശോധിച്ചപ്പോൾ ചെവിടിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു ചെറിയ ഇതൊക്കെ കണ്ട് ചോരയൊക്കെ കണ്ട് ഞങ്ങളതൊക്കെ ക്ലീൻ ചെയ്തൊക്കെ നിർത്തി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വേണ്ട, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ധാരണ ഇതാണ്, കൊച്ചിന് പിള്ളേർ തമ്മിലുള്ള തല്ലുപിടുത്തമാണ് എന്നുള്ള രീതിയിലായിരുന്നത്. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴാണ് കുട്ടിയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇത്തിരി വലിപ്പമുള്ള കാര്യമാണ്. ആ സമയത്താണ് പ്രസിഡന്റ് എന്നെ വിളിക്കുന്നതും പിന്നെ പഞ്ചായത്തിലേക്കിൻ്റെ മുകളിൽ വന്നിരുന്നാൽ നമുക്ക് എല്ലാവരും കൂടി ചർച്ച ചെയ്യാം, ഈ പ്രശ്നം സോൾവ് ചെയ്യാം, നീട്ടിക്കൊണ്ട് പോകണ്ട എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അതേ ലെക്സി മെമ്പർ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വരാം, എന്നെ കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ പഞ്ചായത്തിൽ വേണ്ട, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം? അല്ല, അവർക്ക് അതാണ് താല്പര്യമെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഞാനിത് കേട്ട് കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് കുട്ടിയുമായിട്ട് ഇവിടെ ഹാജരാകണം, കുട്ടിയുടെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ അവിടെ വിളിപ്പിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് അവർ പറഞ്ഞത് കൊച്ചിന് പിന്നെ മദ്യപാനം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കുറേ എടുത്തിട്ട് പിന്നെ കുട്ടികളെ കൊച്ചിനോട് ചോദിക്കുകയും ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ കൊച്ചിൻ്റെ പരിക്കോ കാര്യങ്ങളോ അവർ ഉപദ്രവോ അതൊന്നും അതിനെപ്പറ്റി ഒരു സംസാരമില്ല. അതിനിടയിൽ വന്ന ഒരു ഓഫീസറാണ് കുട്ടിയുടെ മേത്തുള്ള പരിക്കുകളെല്ലാം കണ്ടിട്ട് കൊച്ചിന് പ്രായമായിട്ടില്ല, 15 വയസ്സേ ഉള്ളൂ, അതുകൊണ്ട് അവനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നത്. 16-ൽ 13 സീറ്റുമായി മുളവുകാട് പഞ്ചായത്ത് ഭരിക്കുന്ന UDF നേതൃത്വത്തിന് മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ വലിയ സ്വാധീനമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മുളവുകാട് പോലീസ് സ്റ്റേഷനിൽ നിന്നും 300 മീറ്റർ ദൂരമേ കാരുണ്യ മാതാപള്ളിയിലേക്കുള്ളൂ. കുട്ടികളെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ സംഭവം നടന്ന കാരുണ്യ മാതാപള്ളിയിലും പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നു അത്രേ. എന്നിട്ടും അക്രമം നടത്തിയ പഞ്ചായത്ത് മെമ്പറെയും ഭർത്താവിനെയും കൂട്ടാളിയെയും തടയാനോ കുട്ടികളെ രക്ഷിക്കാനോ പോലീസിനായില്ല എന്ന ആക്ഷേപവുമുണ്ട്.
കുറ്റവാളികൾക്ക് അനുകൂലമായ മുളവുകാട് പോലീസിന്റെ അന്വേഷണ രീതിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പിതാവ് പരാതി നൽകിയിരുന്നു. അതിന്റെ പിറ്റേ ദിവസം മെമ്പറെയും ഭർത്താവിനെയും അറസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് ഉടൻ ജാമ്യം ലഭിച്ചു. IPC 326 ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളിട്ടിട്ടും പ്രതികൾക്ക് എളുപ്പം രക്ഷപ്പെടാൻ കഴിഞ്ഞു. തലയ്ക്ക് പിന്നിലും നട്ടലിനും പരിക്കേറ്റ കുട്ടിക്ക് അനങ്ങാൻ പോലും ഇപ്പോൾ പരസഹായം ആവശ്യമാണ് എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. വധശ്രമത്തോളം എത്തിയ അക്രമമായിട്ടും മറ്റേതോ വകുപ്പുകളിട്ട് പ്രതികളെ രക്ഷിക്കുന്ന നിലപാടുകളാണ് പോലീസ് സ്വീകരിച്ചത് എന്നാണ് ആക്ഷേപം. എനിക്ക് പറയാനുള്ളത് കുഞ്ഞു കുട്ടികൾ അവർക്ക് ഇതിൻ്റെ എന്തെന്നാണ് ഇതിൻ്റെ ഭവിഷ്യത്ത് എന്നറിയാൻ പാടില്ലാതെ നടക്കുന്ന കുട്ടികളാണ്. അവർ ഇതുപോലെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനൊരു അമ്മയാണ്. ഇത് വൻ കളികളെ ഇതിൽ കളിച്ചിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത് ഈ കൊച്ചിന് വന്നേക്കണത് സാഹചര്യം ഇനി അടുത്തൊരു കൊച്ചിന് വരാതിരിക്കാനായിട്ടാണ് നോക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ നിയമം, അതിൻ്റെ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. നിയമം ജയിക്കണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. കുട്ടിയുടെ തല മതിലിൽ ഇടിച്ചതോടെ അവൻ്റെ പാതി ബോധം നഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷം മറ്റെന്തോ കൊണ്ട് കുട്ടിയെ അടിച്ചെന്നും പലരും പറയുന്നു. എന്നാൽ പോലീസിന് മൊഴി നൽകാൻ ആരും തയ്യാറാകാത്ത സ്ഥിതിയുമുണ്ട്. ആരെങ്കിലും മെമ്പർക്കെതിരെ മൊഴി കൊടുത്താൽ അവർക്കെതിരെ പീഡന പരാതി നൽകുമെന്ന് ചിലർ ഭീഷണിപ്പെടുത്തുകയാണെന്നും പലരും സാർക്ക് ലൈവിനോട് വെളിപ്പെടുത്തി. നമ്മൾ ഈ കുട്ടിയും ഈ മെമ്പറിൻ്റെ കുട്ടിയും എൻ്റെ കുട്ടികൾ തന്നെയാണ്. അതായത് ഞാനൊരു 33 വർഷവും ഇവിടെ അംഗൻവാടി സേവനം പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ നടത്തി എനിക്ക് ഒത്തിരി കുട്ടികളാണ് എനിക്കുള്ളത്. ഇപ്പം എല്ലാ വീട്ടിലും ഞാൻ ചെന്ന് ചോദിക്കുമ്പോഴും എന്നോട് കണ്ടാൽ തന്നെ എൻ്റെ കുട്ടികൾ ഓടി മറയണേണ്. കാരണം അവരുടെയൊക്കെ വീടുകളിൽ പറഞ്ഞു നടക്കുന്നത് ഇവൻ കിടക്കണോണ്ടാണ് അറസ്റ്റ് ചെയ്യാത്ത, നിങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യും, അതിനുള്ള കണ്ടതായിട്ട് ആരും പറയരുതെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ട് പാരൻസൊക്കെ എന്നോട് വന്ന് പറയുന്നുണ്ട്, ജസ്റ്റ് ടീച്ചർ ഒന്നിനും പ്രവർത്തിക്കരുതട്ട, എൻ്റെ കൊച്ചുങ്ങൾ ഞങ്ങളുടെ ഭാവിയാണ് പോണത്, ഇവർ ഞങ്ങളെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല, ഞങ്ങൾ പഞ്ചായത്തിൽ എന്തിനെങ്കിലും പേപ്പറിനോ വല്ലതിനും ചെന്നാൽ ഞങ്ങളെ തടുക്കൂലേ, പേടിയായിട്ടാണ് കേട്ടോ. ഇപ്പം എൻ്റെ ഫോണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോണിൽ മുഴുവൻ വാട്സപ്പിലൂടെ എല്ലാവരും പറയുന്നുണ്ട്, ടീച്ചറെ ഞങ്ങളിത് കണ്ടതാണ്, പക്ഷേ ഞങ്ങൾക്കിത് പറഞ്ഞാൽ ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ. ശരിക്കും തെറ്റായ രീതിയാണെന്ന് മെമ്പറിന് തന്നെ തോന്നിയിട്ടായിരിക്കുമല്ല മെമ്പർ ഒളിവിൽ പോയത്. മെമ്പർ നേരായ രീതിയിലാണ് കൊച്ചിനെ ശിക്ഷിച്ചെങ്കിൽ മെമ്പർ ഒളിവിൽ പോകേണ്ട കാര്യമില്ല. മെമ്പർ 10 ദിവസം ഒളിവിൽ പോവുകയും പിന്നെ അത് ഒരു തന്ത്രപൂർവ്വമായിട്ടെന്ന് എനിക്ക് തോന്നിയത്. മെമ്പർ വരികയും മെമ്പറെ അറസ്റ്റൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയും ഇങ്ങനെ കാണണേണ് മെമ്പറിൻ്റെ അറസ്റ്റ് കാണിക്കുകയും അതിനോട് തൊട്ടടുത്ത് തന്നെ അറിയണേണ് മെമ്പറിന് ജാമ്യം കിട്ടുന്നു. എന്ത് തന്ത്രമാണ് ഇതിനകത്തുനിന്ന് പ്രയോഗിച്ചതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല. മെമ്പറിൻ്റെ സാമ്പത്തികമായിട്ടറിയാം, മെമ്പർ എൻ്റെ ഹെൽപ്പറായിരുന്നു. പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ മെമ്പർ ചെയ്തത് ഒരിക്കലും നമുക്ക് അമ്മമാരെന്നുള്ള രീതിയിലും പഞ്ചായത്തിലെ ഭരണസമിതി എന്ന പേരിലും നാട്ടുകാരെന്ന രീതിയിലും മുളകാട്ട ഓരോ ജനതകളും അത് അംഗീകരിക്കാൻ പറ്റില്ല. കുട്ടി പഠനത്തിൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരാളാണ് എന്നാണ് മറ്റു വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം വന്നതോടുകൂടി കുട്ടിയുടെ 10ാം ക്ലാസ് പരീക്ഷയുടെ കാര്യം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. മാത്രമല്ല കുട്ടിയുടെ അമ്മയ്ക്കും പല അസുഖങ്ങളുണ്ട് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്താണ് ഇപ്പോൾ ഇനി നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക? ഈ പ്രശ്നത്തെക്കുറിച്ച് അമ്മ എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത്? ഈ പ്രശ്നത്തെക്കുറിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ഒക്ടോബർ 12 മുതൽ എനിക്ക് ന്യൂമോണിയ ആയിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് വന്നതിന് ശേഷം റെസ്റ്റായിരുന്നു. പിന്നെ എനിക്ക് ജോലിക്ക് പോകാനൊന്നും സാധിച്ചിട്ടില്ല. പിന്നെ അതോടുകൂടി തന്നെ വീണ്ടും എനിക്ക് ന്യൂമോണിയ വന്ന് അതിനുശേഷം H1N1 വന്ന് ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പകൽ നിന്നിച്ചത് ഈ മോനായിരുന്നു. ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഈ മോനായിരുന്നു എൻ്റെ അടുത്ത് നിന്നിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ക്വാറൻറ്റൈൻ വന്നു. കൊച്ചിന് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, വിടാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ H1N1 ആ സർട്ടിഫിക്കറ്റ് സ്കൂളിലോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അതും പ്രകാരമാണ് ആ കൊച്ച് വീട്ടിൽ നിന്നിച്ചതും ക്ലാസ്സിൽ പോകാതെ ഇരുന്നതും. അല്ലാതെ ആ കൊച്ചിന് പഠിത്തത്തിലും പോവാതിരുന്നിട്ടോ പഠിക്കാത്തൊരു കുട്ടിയോ അങ്ങനെയുള്ള ഒരു കൊച്ചല്ല അത്. പഠിക്കാൻ ഇപ്പോൾ ക്ലാസ്സിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാലും നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റോട് ചെന്ന് കഴിഞ്ഞാലും മിസ്സുമാർ നമ്മളോട് പറയണം അവൻ കുഴപ്പമില്ല, അവൻ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവനെക്കുറിച്ച് വേറെയല്ല, മുടങ്ങാതെ ക്ലാസ്സിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്നിരിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നവർക്ക് എന്നെ ഒരു 1.5 ലക്ഷം രൂപയോളം ഇപ്പോൾ ചികിത്സയിൽ കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ച 3 ആഴ്ച അത്രേ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട്. അതിനിടയിലാണ് ഇപ്പോൾ എൻ്റെ ഈ മോന് ഈ ഒരു വലിയൊരു ആക്സിഡൻ്റ് ആക്കി ഇങ്ങനെ സംഭവിച്ചു വെച്ചേക്കുന്നത്. അതിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു അമ്മ എന്നുള്ള നിലയിൽ കൊച്ച് 31-ാം തീയതി രാത്രി എങ്ങനെ പോയോ അതേ രീതിയിൽ കൊച്ച് എനിക്ക് നടന്ന് കിട്ടണം. എനിക്ക് ഒരമ്മയുടെ ഒരു നിസ്സഹായ അവസ്ഥ, എനിക്ക് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ കൊച്ച് എങ്ങനെ നടന്നിരുന്നു
അതേപോലെ കൊച്ചെനിക്ക് തിരിച്ച് നടക്കണം. നടക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞ് വീഴാൻ ഇടവരുത്തരുത്, വീണ് പോയാൽ ആ കൊച്ച് തളർന്നു പോകുമെന്നാണ് പറഞ്ഞിരിക്കണം. ആ സ്ഥിതിയാണ് ഇന്ന് എൻ്റെ കൊച്ചിനുള്ളത്. പക്ഷെ കൊച്ചു നിൽക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടിലൊക്കെ പലതും അങ്ങനെ എഴുതി വെച്ചും പേടിക്കാനില്ല, അവൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ഞങ്ങളെ വിളിപ്പിച്ച് ഡോക്ടർ പറഞ്ഞ വിവരം ഇതാണ്. കൊച്ചു നടക്കുമ്പോഴത്തേക്ക് ഒരാൾ കൂടെ വേണം, വീഴാൻ ഇട കൊടുക്കരുതെന്നാണ് അവിടുന്ന് ഡോക്ടർ നമ്മളോട് ന്യൂറോളജിസ്റ്റ് പറഞ്ഞേക്കുന്നത്. അതനുസരിച്ച് ഞാനിപ്പോൾ വയ്യാതിരിക്കുന്ന എനിക്ക് പുറം വേദന ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ബുദ്ധിമുട്ടെന്നുള്ളത് വന്നേക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഒരുവിധപ്പെട്ട ആൾക്കാർക്ക് അറിയാം. പക്ഷെ എൻ്റെ ഈ പുറവും എൻ്റെ ചെസ്റ്റും എനിക്ക് വേദനയാണ്. ഈ കൊച്ചിനെ താങ്ങി പിടിച്ച് ഞാൻ എടുക്കുമ്പോൾ അത് ഞാൻ ഉള്ളിൽ ഒതുക്കി ഈ കൊച്ചിൻ്റെ വേദന ഞാൻ മാനസികമായും സാമ്പത്തികമായും എല്ലാ മേഖലയിലും ഞാൻ അങ്ങേ അറ്റം തകർന്നിരുന്നുകൊണ്ടാണ് ഞാൻ ഈ കൊച്ചിനെ ഞാൻ ഇന്ന് നോക്കിപ്പോകുന്നത്. എനിക്ക് അതേ കൂടുതൽ എനിക്ക് വരില്ലേ കൊച്ചിന് വേണ്ടി എനിക്ക് ആ കൊച്ചെങ്ങനെ നടന്ന് അതേപോലെ എനിക്ക് നടക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ദൈവത്തോട്. കഴുത്തിന്റെ ഭാഗത്തുൾപ്പെടെ നട്ടെല്ലിന് 2 ഇടത്ത് പരിക്കേറ്റ് കൈകാലുകൾക്ക് വിറയലും മരവിപ്പും ഒരു വശത്ത് തളർച്ചയും കുട്ടിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശ്വാസതടസ്സവുമുണ്ട്. ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ കടുത്ത വേദനയിലുമാണ് കുട്ടി. സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവനിപ്പോൾ. സംഭവത്തിന് മുൻപ് കുട്ടികളെ മെമ്പർ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഓണത്തിന്റെ പരീക്ഷ സമയത്ത് ഞാനും കൂടി ആ പോസ്റ്റിൻ്റെ അവിടെ നിൽക്കണമായിരുന്നു. അപ്പോഴേക്കും മെമ്പറും മോനും കൂടി ബൈക്കിന് വന്നിട്ട് ആരാണെന്ന് ചോദിച്ചിട്ട് അവനെ ആ പോസ്റ്റിൻ്റെ സൈഡിലെ മതിലിൽ ചാർത്തിയിട്ട് കുറേ തെറിയും കൊല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഞാൻ ചിരിച്ചെന്ന് പറഞ്ഞ് മോൻ എന്നെ ഹെൽമെറ്റിന് വീശി. അപ്പോഴേക്കും മെമ്പർ പിടിച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴേക്കും പുറകെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ വന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ വരാന്നൊക്കെ പറഞ്ഞ് പോയി. നീ ഇത്തിരിക്കില്ലാത്ത പയ്യനല്ലട നിന്റെ അടിച്ച് വരണ്ടക്കുറ്റി ഞാൻ പൊളിക്കൂടാ നാളെ വരട്ടെ. ഇനി എന്താടാ നിനക്ക് മറുപടി പറയാനില്ലേ? നീ ഉറങ്ങിയാ? നെക്സ്റ്റ് മന്ത് വേണ്ടടോ, നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ വരാം അങ്ങോട്ട് നിന്നോട് സംസാരിക്കാനായിട്ട്. മതിയാ? ജനുവരി 3 തന്നെ അക്രമത്തിൽ കുട്ടിയുടെ വാരിയെല്ല് പൊട്ടിയ വിവരം പോലീസിനെ അറിയിച്ചതാണ്. എന്നാൽ ജനുവരി 4 പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന ലെക്സിക്ക് ഒളിവിൽ പോകാനുള്ള സൗകര്യമാണ് പോലീസ് ചെയ്തു നൽകിയത് എന്നാണ് പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നത്. എൻ്റെ മകന് വേണ്ടി പരാതി പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പരാതിയെക്കുറിച്ച് പുറത്താരോടും പറയേണ്ട എന്നാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആദ്യഘട്ടത്തിൽ തന്നെ ആവശ്യപ്പെട്ടതത്രേ. കൂടെയുണ്ടായിരുന്ന 12 വയസ്സുള്ള കുട്ടിയുടെ മൊഴി പോലും എടുത്തത് പ്രതികൾക്ക് ജാമ്യം ലഭിച്ച ശേഷമാണ്. പോലീസിന്റെ നിഷ്ക്രിയത്വം മുതലെടുത്ത നിലവിൽ പഞ്ചായത്ത് ഭരിക്കുന്ന UDFന്റെ പ്രവർത്തകർ സാക്ഷികളായ കുട്ടികളുടെ വീട്ടിൽ ചെന്ന് ഭീഷണികൾ നടത്തുന്നു എന്നത് വ്യാപകമായ പരാതിയാണ്. കുട്ടികളെ ആക്രമിച്ച മൂന്നാമനെ കുറിച്ചുള്ള വിവരം അവർ നൽകിയിട്ടും ഇതുവരെ പോലീസ് അയാളെ കണ്ടെത്താൻ പോലും ശ്രമിച്ചിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പൊ മനസ്സിലാകുന്നത് ഇത് ആസൂത്രിതമായിരുന്നു എന്ന്. ഈ അറ്റ സമയത്താണ് ഒരു കുട്ടിയുടെ മൊഴി വരെ, മൂന്നാമത്തെ കുട്ടിയുടെ മൊഴി വരെ എടുക്കുന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. അന്നാണ് ഈ പറയുന്ന ആളുകൾ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്നത്. സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ ഫോൺ ചെയ്ത് രാവിലെ എന്നെ വിളിച്ചിട്ട് പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് പറയുകയും അതിനുശേഷം പ്രസിഡൻ്റ് അടക്കം വൈസ് പ്രസിഡൻറ്റും മറ്റൊരു വ്യക്തിയും ചേർന്ന് ഈ 3 പേര് എൻ്റെ വീട്ടിൽ വരികയും പ്രശ്നം സോൾവ് ചെയ്യണം. ആ കുട്ടികളെ സംബന്ധിച്ച കാര്യം അന്വേഷിക്കാൻ നിങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോൾ ചില കാര്യങ്ങൾ കണ്ടു എന്ന് നിങ്ങൾ തന്നെ പറയുന്നതായിട്ട് അറിഞ്ഞു. എന്തായിരുന്നു നിങ്ങൾ കണ്ടത്? ഞങ്ങൾ ജനുവരി 2 തീയതി ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു സംഘത്തിൻ്റെ ഒരു വാർഷിക ഈ വീടിൻ്റെ മുറ്റത്താണ് ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മണ്ഡലം പ്രസിഡൻ്റ്, എനിക്ക് പുള്ളിയുടെ ഇതറിയില്ല കറക്റ്റായിട്ട്, സെൽവൻ എന്ന് പറഞ്ഞ ഒരു പുള്ളി, പിന്നെ അക്കു എന്ന് പറഞ്ഞ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നു. അവർ വീടിൻ്റെ അകത്ത് കയറിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളകത്തേക്ക് ചെല്ലുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മർദ്ദനമേറ്റ കുട്ടീനെ മറ്റൊരു കേസിൽ പെടുത്തുമെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. പിന്നെ നമ്മളായിട്ട് ഒരു ചെറിയ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായത്. എന്ത് തരത്തിലുള്ള വാക്കുതർക്കമാണ് നിങ്ങൾ തമ്മിലുണ്ടായത്? അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ നിങ്ങൾ അങ്ങോട്ട് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടായതിനെ എതിർത്തുകൊണ്ട് ചോദ്യം ചെയ്യുകയോ അങ്ങനെയല്ല സംഭവം ഉണ്ടായത്? ഞങ്ങൾ ചോദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മർദ്ദനമേറ്റ ഒരു കുട്ടിയുടെ വീട്ടിലേക്ക് വന്ന് പറയേണ്ട വാക്കുകളായിരുന്നില്ല അന്ന് അവരിവിടെ വന്നിരുന്ന് പറഞ്ഞത്. അവർ പറഞ്ഞത് കുട്ടീനെ വേറൊരു കേസിൽ പെടുത്തും, അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കും, അതുകൊണ്ട് കേസ് വേറൊരു ലീഗൽ ഇതിലേക്ക് പോകരുതെന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കയറിയത്. അത് കയറിയിട്ട് ഞങ്ങൾ പറഞ്ഞത് കുട്ടിയുടെ വീട്ടുകാർക്കും ഇതിനും പൂർണ്ണ പിന്തുണ കൊടുക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മളകത്തേക്ക് കയറിയപ്പോഴും കുട്ടിയുടെ അവസ്ഥ ഇത്ര മോശമാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു. നമ്മൾ വിഷയങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു, എന്നാലും കുട്ടിയുടെ അവസ്ഥ ഇത്ര മോശമാണെന്ന് പറഞ്ഞത് അകത്തേക്ക് കയറിയ സമയത്താണ് കണ്ടത്.
വളരെ മോശം തന്നെയാണ് കുട്ടിയുടെ അവസ്ഥ. നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടിക്ക് ഈ അമ്മയുടെ മകനാണ് ഒരു അപകടം സംഭവിച്ചത്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ തല്ലി അവരുടെ നടുവൊടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. 12, 14, 15 വയസ്സുള്ള കുട്ടികൾക്കാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പറുടെ ഈ അതിക്രമത്തിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി മേലാലും ഒരു കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ പറ്റരുത്. മറ്റുള്ള പിള്ളേരുടെ പക്കവാരിയെല്ലാം ചവിട്ടി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്തിരി ഇല്ലാത്ത ചെറിയ പിള്ളേരാണ്. ഇവിടുത്തെ കൊച്ചിൻ്റെ ആണെങ്കിൽ നടുവിനൊട്ടി ചവിട്ടിട്ട് ഇപ്പോഴും ആ കൊച്ചിന് നടക്കാനും കൂടി പറ്റാത്ത അവസ്ഥയിൽ അത് മരുന്നും പുരട്ടിക്കൊണ്ടാണ് സ്കൂളിൽ പോകുന്നത് എല്ലാ ദിവസവും. അപ്പോൾ ഇതിന് തക്കതായ ശിക്ഷ അവൾക്ക് കൊടുക്കണം. ഇനി അവളൊരു മെമ്പറായിട്ട് അവിടെ ഇരുത്താൻ പാടില്ല. എനിക്കതാണ് പറയാനുള്ളത്. ഞാൻ കണ്ടാൽ പറയും ഇവളെ ഇനി ഗുണ്ടാപ്പണിക്ക് വിട്ടാൽ മതി, ഇവളെ ഇനി ഇതുപോലെ മെമ്പറായിട്ട് ഇനി വാർഡിൽ ഇരുത്തരുതെന്നേ പറയുള്ളൂ. തൊട്ടയൽവക്കത്തുള്ള കൊച്ചാണ് ഞങ്ങൾക്ക് അറിയാവുന്നതുമാണ്. അവനൊരു ഇതിനും ഇതുവരെ പോയിട്ടില്ല. ഒരു അനാവശ്യ കാര്യങ്ങൾ ഇന്നുവരെ ഒരു പ്രശ്നവും ഒരു കേസോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്നുവരെ. നല്ല കൊച്ചാണവൻ. ആക്രമണം നടത്തിയ ശേഷം അതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്രമിച്ച സംഭവത്തിൽ കാണാൻ കഴിയുന്ന കോൺഗ്രസിൻ്റെ മനുഷ്യത്വരഹിതമായ ഒരു നിലപാടാണ്. ഈ ആഘോഷാരവത്തോടെയാണ് ഈ ജാമ്യം കിട്ടിയ പ്രതികളെ വീട്ടിലേക്ക് ജാഥയായി കൊണ്ടുവരുന്നത്. ഇത് ഈ നാടിനോടുള്ള വെല്ലുവിളിയാണ്.